അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാല് പൃഥ്വിരാജ് ഒരു അപ്കമിങ് ഡയറക്ടറായിട്ട് ഒരു സിനിമ ഇങ്ങനെ ഒരു റൂമർ നടക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് നീ തന്നെ പറഞ്ഞോളൂ. കുറെ റൂമർ വരുന്നുണ്ട് പൃഥ്വിരാജിനെ കുറിച്ച്. കാരണം ഇപ്പൊ മലയാള സിനിമ ഏറ്റവും തിരക്കേറിയ ഒരു നടനും സംവിധായകനുമാണ്. അപ്പൊ അതെ. റൂമർ വരുന്നത് എന്താന്ന് വെച്ചാൽ പൂമ്പാറ്റ ഫിലിംസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നും മലയാളത്തിൽ വേറെ 2 സിനിമ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ആ ഒരു മേജർ പിന്നെ സ്പെക്കുലേഷൻ പറയുന്ന ആ റൂമർ അതാണ് ആൾക്കാർ നോക്കുന്നതെന്ന് തോന്നുന്നു. അതെ, അതെന്താണെന്ന് പറ. അത് എന്റെ പേഴ്സണലി ആഗ്രഹം L3 അതെ. ആകണമെന്നാണ്. അത് ആകുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ഇപ്പൊ എല്ലാരും പറയുന്നത് ഇന്ദ്രജിത് സുകുമാരനും ജയസൂര്യായിട്ടുള്ളൊരു സിനിമയാണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ മോഹൻലാൽ പൃഥ്വിരാജ് തമ്മിൽ എന്തോ ഒരു വഴക്കായി, എമ്പുരാൻ കഴിഞ്ഞ് വഴക്കായി എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിന് എത്രത്തോളം ഒരു സത്യം ഉണ്ടെന്ന് L3 വരുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ആൻസർ കിട്ടുമായിരിക്കും അല്ലേ? തീർച്ചയായും കിട്ടും. അത് വരണം, L3 വരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം ആ ഒരു ഫ്രാഞ്ചൈസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏതൊരു പ്രേക്ഷകനും ആഗ്രഹമില്ല ഇനി എന്ത് നടന്നു കാണുമെന്ന്. അതുപോലെ തന്നെ എനിക്കും ഇതുണ്ട്, എന്താവണം എന്ന് അറിയണമെന്ന്. അതുപോലെ തന്നെ മലയാളത്തിൽ മോഹൻലാലിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്ത വേറൊരു സംവിധായകൻ എന്റെ അറിവിലില്ല. അതെ, അതെ, കൊണ്ടുവന്ന ശരിക്കും പൃഥ്വിരാജാണ് ലൂസിഫറിൽ. അതെ, അതെ, അതെ. എങ്ങനെ ഒരു നടനെ പ്രൊമോട്ട് ചെയ്യാം, അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പൃഥ്വിരാജ്. പക്ഷെ നമുക്ക് ഇപ്പം നമ്മൾ ആ വിഷയം വന്നപ്പോഴും മാപ്പ് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്. അപ്പം അതിൽ മുരളി ഗോപി മാത്രം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം നിനക്ക് തോന്നുന്നുണ്ട് ഇനി മുരളി ഗോപി L3ക്ക് വേണ്ടി അത് കോംപ്രമൈസ് ചെയ്യും, പുള്ളിയുടെ രാഷ്ട്രീയ ചിന്തകൾ കോംപ്രമൈസ് ചെയ്തിട്ട് എഴുതുമോ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തയോട് എഴുതിയാൽ മോഹൻലാലിനെ സമ്മതിക്കുമോ? അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഇല്ലേ ഈ പടത്തിൽ. കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സിനിമയില്. മീൻസ് സിനിമയിലല്ല, സിനിമയ്ക്ക് പുറത്ത് രാഷ്ട്രീയപരമായിട്ടാണ്. അസുണം പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടാണ് അതിനകത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ മുരളി ഗോപി പറയുന്നുണ്ടായിരുന്നു L3 എന്തെങ്കിലും നടക്കുമെന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. നടക്കട്ടെ. അപ്പൊ അതാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ പൃഥ്വിരാജ് ഒരു പൃഥ്വിരാജിന്റെ സ്ലേറ്റിൽ നോക്കുവാണെങ്കിൽ ഒരു പുതിയൊരു ഡയറക്ടറായിട്ട് ഒരു സിനിമ വരുന്നുണ്ടെന്ന് ഇപ്പൊ എല്ലാരും ഒരു ഭയങ്കര അതെ, റൂമർ നടക്കുന്നുണ്ട്. അതെ, അതെ, അതെ. അപ്പം അതിനെ കുറിച്ച് പറ. അത് നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ ഒക്കെ ഡയറക്ടർ രാഹുൽ സദാശിവനായിട്ട് പെട്ടെന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു അത് വരുന്നുണ്ടെന്നും മഞ്ജു വാര്യറാണ് ലീഡെന്നും പറയുന്നുണ്ട്. അതൊരു കാരണം രാഹുൽ സദാശിവൻ ഇപ്പോൾ ഭയങ്കര ഇപ്പം മലയാളത്തിലൊരു ടോപ്പ് ടയർ ഡയറക്ടറിൽ നിൽക്കുന്ന അതെ, ഒരാൾ. അതെ, കാരണം പുള്ളിയുടെ പ്രണമായിട്ടുള്ള പടം 50 കോടിക്ക് മുകളിലെടുത്തു, ബ്രഹ്മയുഗം 50 കോടിക്ക് മുകളിലെടുത്തു. അതിനു മുമ്പ് ഏതായിരുന്നു ഭൂതകാലം, അത് ഭയങ്കര തിയേറ്ററിൽ സക്സസ് ആയിരുന്നു. ഹാട്രിക് അടിച്ച് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം പ്രത്യേകിച്ച് പൃഥ്വിരാജിനാണെങ്കിൽ ഒരുപാട് ഇങ്ങനത്തെ ഹൊറർ സ്റ്റോറീസ്, അല്ലെങ്കിൽ പൃഥ്വിരാജ് ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ സിനിമകളെ ചെയ്തിട്ടുള്ളായിരുന്നു. അതെ, അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്ന ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യമല്ലേ? അതെ. പെട്ടെന്നാണ് ഇതിന്റെ അപ്ഡേറ്റ് നമ്മൾ അറിഞ്ഞത് തന്നെ. പിന്നെ പൃഥ്വിരാജ് ഓഫ് കോഴ്സ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നും കാണാണ്ട് സെലക്ട് ചെയ്യത്തില്ലെന്ന് നമുക്കറിയാം. പിന്നെ ഈ രാഹുൽ സദാശിവൻ കൂടെ ആകുമ്പോ ഹൊറർ സിനിമ എടുക്കാൻ ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ ഒരു നല്ലൊരു ഡയറക്ടർ ഇല്ല സത്യം പറഞ്ഞാൽ. പുള്ളി അടിപൊളിയായിട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും നന്നായിട്ട് തന്നെ. അതെ. പിന്നെ മഞ്ജു വാര്യറിന്റെയും ഇപ്പൊ എനിക്ക് കുറച്ച് കാലം ആയെന്ന് തോന്നുന്നു ഒരു സിനിമ വന്നിട്ട്. എമ്പുരാൻ കഴിഞ്ഞിട്ട് സിനിമ വന്നിട്ടുണ്ടോ മഞ്ജുവിന്റെ? ഇല്ല. കാരണം അപ്പൊ മഞ്ജുവിനും ഒരു അത്യാവശ്യമാണ് ഒരു ബ്രേക്ക് ത്രൂ പടം. കാരണം മഞ്ജു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ എല്ലാരും പറഞ്ഞാലും കുറച്ചൊന്ന് ബാക്ക്വേർഡ്സ് അടിച്ച് നിൽക്കുകയാണ് മഞ്ജു. ഒരു പവർഫുൾ ഒരു പെർഫോമൻസും അങ്ങനത്തെ ഒരു സിനിമ. അപ്പം എമ്പുരാനിൽ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. അതെ, നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പം ഇതില് എത്രത്തോളം അങ്ങനത്തെ, കാരണം പുള്ളിയുടെ സിനിമകളിൽ നടിമാർക്കും ഭയങ്കര, ഭൂതകാലത്തിലാണെങ്കിലും ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് രേവതിക്ക്. അപ്പം എത്രത്തോളം മഞ്ജുവിന്റെ ഒരു പെർഫോമൻസ് ലെവൽ നിനക്ക് ഏതൊരു ലെവലിൽ കാണാൻ പറ്റും ഈ പടത്തിൽ? മഞ്ജു വാര്യർ ഓഫ് കോഴ്സ് ഒരു നല്ല നടിയാണ്. അതെ, ഏതൊരു നല്ലൊരു ഡയറക്ടറിനെ കിട്ടിയാലും പുള്ളിക്കാരി നന്നായിട്ട് തന്നെ ചെയ്യും ഏത് ക്യാരക്ടറും. അതെ. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ലൂസിഫറിൽ ഒരു സീനുണ്ട്, പെർട്ടിക്കുലർ ഒരു സീനുണ്ട്. അതിനകത്ത് ഇപ്പൊ ഏറ്റവും വലിയ വില്ലനാണ് അതിനകത്ത്. വില്ലനെ വരെ നമ്മൾ ഓവർ ഷെയ്ഡിയാന്ന് പറയില്ലേ, അത് എന്റെ തന്നെയാണ് പിള്ളേരെ തൊടുക, അല്ല എന്റെ കൊച്ചിനെ തൊടുകൂടാ. കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന കുറച്ച് നടിമാരിൽ എനിക്ക് തോന്നുന്നു പാർവതിക്ക് ശേഷം മഞ്ജു ആയിരിക്കുമല്ലോ ഇപ്പം കേരളത്തിലെ ഏറ്റവും നല്ലൊരു നടി എന്ന് പറയാൻ. എന്റെ ഇതില് പാർവതിയാണ്, പക്ഷെ എനിക്കറിയില്ല, ചിലവർക്ക് മഞ്ജു ആയിരിക്കും ഇപ്പോഴും നമ്പർ 1. പാർവതി ഇപ്പൊ മലയാള സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ചെയ്തു വെച്ച സിനിമകളെല്ലാം പാർവതി എല്ലാം അടിപൊളിയാണ്. അതെ.
ഇപ്പൊ പൃഥ്വിരാജിന്റെയും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സ്ലേറ്റ് ആണ് വരുന്നത്. പിന്നെ അതെ. പൃഥ്വിരാജിന്റെ വേറെ ഏതൊക്കെയായിരുന്നു സിനിമകൾ വരുന്നത്? ഖലീഫ ഇപ്പൊ ഷൂട്ട് നടക്കുന്നുണ്ട്. പീക്ക് അതെ, പീക്കിലൂടെ പീക്ക്, അതെ. ആ അതുപോലെ തന്നെ നോബഡി, സന്തോഷ് ട്രോഫി, സന്തോഷ് ട്രോഫി, സം- നോബഡി. നോബഡി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തരുൺമൂർത്തിയായിട്ട് ഓപ്പറേഷൻ ജാവ 2, അതിന്റെ എന്താ ഓപ്പറേഷൻ കംബോഡിയോ? ഓപ്പറേഷൻ കമ്പുടി, അത് തന്നെ, അത് തന്നെ. അപ്പൊ അതിന്റെ എന്താണ് ഇപ്പം മീൻസ് അതിന്റെ അപ്ഡേറ്റുകളൊന്നും അറിയുന്നില്ലല്ലോ. കാരണം തരുൺമൂർത്തി ഇപ്പം അപ്ഡേറ്റ് ഒന്നും മോഹൻലാലിന്റെ കിട്ടിയില്ല. താടി അതെ, പിടിച്ച് അതെ, മോഹൻലാലിന്റെ കൂടെ നടക്കുക. അപ്പൊ അതെന്തായെന്ന് അതെ. ഇതിന്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. പക്ഷെ തരുൺമൂർത്തിക്ക് ഇപ്പൊ തന്നെ കുറെ സിനിമകളുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അത് എടുക്കത്തുള്ളായിരിക്കും. കാരണം രാജുവേട്ടന്റെ ലൈനപ്പ് അറിയാലോ, വാരണാസി ഉണ്ട്, ഓ അതെ അതെ അതെ. ബിസി ഷെഡ്യൂൾ ആയിരിക്കും. അപ്പൊ അപ്പൊ കണ്ടറിയാം. നമുക്ക് നോക്കാം എന്താവുന്നു. കാരണം അതെ, നമ്മൾ ഭയങ്കര പൃഥ്വിരാജ് ഫാനാണ്. അപ്പൊ പൃഥ്വിരാജിന്റെ അതെ, സ്ലേറ്റ് ഭയങ്കര നമുക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, രാഹുൽ സദാശിവനായിട്ടുള്ള കൊളാബ് ഭയങ്കര നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു സാധനമാണ്. അതെ. പിന്നെ ഓബിയസ്ലി ഒരു ഡയറക്ടോറിയൽ പൃഥ്വിരാജിന്റെയും അതും നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതിനകത്ത് മോഹൻലാൽ ആവട്ടെ, ആകണം. സത്യം അതെ, സത്യം. ഓക്കെ എന്നാ. അതെ.